നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയം ഇരട്ടക്കൊലപാതകം പ്രതി ആസാം സ്വദേശി അമിത് പോലീസിന്റെ പിടിയിലായത് തൃശൂർ മാളയിൽ നിന്നും. അറസ്റ്റ് ചെയ്ത ഇയാളെ ഉച്ചയോടെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നിർണായകമായ തെളിവ് കോടാലിയിലെ വിരലടയാളം. മേടമാസത്തിലെ 10-ാം ഉദയം. ക്ഷേത്രങ്ങളിലും പൂജപ്പാടങ്ങളിലും താലം ഉയർത്തി സൂര്യദേവനെ സ്തുതിച്ച് ഉദയം പൂജ. മികച്ച വിളവ് ലഭിക്കുന്നതിന് പ്രകൃതി കനിയാൻ കർഷകർ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നു എന്ന് വിശ്വാസം. ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നെല്ല് പുഴുങ്ങി പ്രതിഷേധിച്ച് കർഷകർ. സമരം നെല്ലിന്റെ വില അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ കൃത്യസമയങ്ങളിൽ ഉയർത്തണമെന്നുള്ളതും പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. കോട്ടയം ഇരട്ടക്കൊലപാതകം പ്രതി അമിത് പിടിയിൽ. പ്രതി വലയിലാകാൻ സഹായകമായത് കോടാലിയിലെ വിരലടയാളം. മാളയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. തിരുവാതുക്കൽ ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി ആസംകാരൻ അമിത് ഇറാങ് പിടിയിൽ. തൃശൂർ മാളയിലെ മേലടൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനായിരുന്നു ആസാംകാരൻ അമിത്. പ്രതി മൊബൈൽ ഫോൺ ഓൺ ചെയ്തതും കോടാലിയിലെ വിരലടയാളത്തിൽ നിന്നാണ്. അമിത് തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചത്. 6 മാസം മുമ്പുള്ള ഫോൺ മോഷണക്കേസിലെ വിരലടയാളവും നിർണായകമായി. കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി തിരുവാതിക്കലിന് സമീപം ലോഡ്ജിലാണ് താമസിച്ചത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ. വിജയകുമാറിനെയും ഭാര്യ മീരയെയും കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊന്ന നിലയിലാണ് കണ്ടെത്തിയത്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഒറാങ്ങിനെ കോട്ടയത്ത് എത്തിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മാളയിൽ നിന്ന് ഇയാളെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. രാവിലെ 8:30ഓടെ പ്രതിയുമായി പോലീസ് സംഘം പുറപ്പെട്ടു. എറണാകുളത്ത് എത്തി ചോദ്യം ചെയ്ത ശേഷമാണ് കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. മാളയിൽ ഒരു കോഴി ഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് ഉദയം പൂജ നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ആദ്യത്തെ പൂജയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ 10-ാം ഉദയ ആദ്യത്തെ പൂജ നടന്നു. മേടമാസത്തിലെ 10-ാം ഉദയ നാളിൽ സൂര്യഭഗവാനെ പൂജിക്കുന്ന ചടങ്ങാണ് 10-ാം ഉദയ ആദിത്യ പൂജ. ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന അപ്പങ്ങൾ പ്രത്യേക തലത്തിലാക്കി സൂര്യദേവന്റെ മന്ത്രോച്ചാരങ്ങളുടെ 3 തവണ ഉയർത്തിയാണ് ചടങ്ങുകൾ നിർവഹിക്കുന്നത്. കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആദിത്യ പൂജാ ചടങ്ങിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. പുതിയ കൃഷിക്ക് വിത്തെറിയാൻ ഏറ്റവും അനുയോജ്യമായ ദിനമെന്ന് കർഷകർ വിശേഷിപ്പിക്കുന്ന ദിനമാണ് മേടമാസത്തിലെ 10-ാം ഉദയം. കാർഷിക വൃത്തിക്ക് പേരുകേട്ട കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 10-ാം ഉദയ ദിനത്തിൽ വിവിധ കരപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് തുടക്കമായി. കഞ്ഞിക്കുഴിയിലെ കരപ്പാടത്ത് കൃഷി ആരംഭിക്കുകയാണ്. വിരിപ്പ് മുണ്ടകൻ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് പല സ്ഥലത്തു നിന്ന് ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. ഈ വർഷം ഏതാണ്ട് പ്രകൃതി അനുകൂലമാകുന്ന പ്രതീക്ഷയിൽ എല്ലാ കർഷകരും കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ കർഷകർക്കും വിരിപ്പ് മുണ്ടകൻ ചെയ്യുന്നതിന് ആവശ്യമായി വിത്ത് കൃഷിഭവൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ട് കൃഷി ചെയ്യിക്കാനാണ് ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുന്ന എല്ലാവരെയും അഭിനന്ദിച്ചു, കൃഷി ഓഫീസറെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വിധ ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 13-ാം വാർഡിലെ പൊന്നിട്ടുശ്ശേരി പാടശേഖരത്തിൽ നെടുങ്ങാട്ടുവെള്ളി രാധാമണിയന്റെ കൃഷിയിടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ നെൽവിത്ത് വിതച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ B ബൈരഞ്ജിത്ത്, K കമലമ്മ, കർസേന കൺവീനർ G ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത വിത്തിനമായ വിരിപ്പും മുണ്ടകനുമാണ് പഞ്ചായത്ത് സൗജന്യമായി കർഷകർക്ക് നൽകിയത്.
കൂലിച്ചെലവ് സബ്സിഡിയും നീറ്റുകക്കയും കൃഷി പ്രോത്സാഹനത്തിന് നൽകും. തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് സർക്കാർ സഹായവും ഉറപ്പുവരുത്തും. കാരിക്കുഴി പാടശേഖരത്തിലെ പരമ്പരാഗത കർഷകരായ ഡോക്ടർ വക്കീൽ സഹോദരങ്ങളായ ബാബുവിന്റെയും സരസപ്പന്റെയും പാടത്തും 10-ാം ഉദയനാൾ കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് ഇവിടെ വിത്ത് വിതച്ചത്. ആർ രവിപാലൻ, റോസ്മി ജോർജ്, ജി ഉദയപ്പൻ, ജി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കഞ്ഞിക്കുഴിയിൽ കൂടുതൽ കർഷകർ കൃഷി തുടങ്ങും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെല്ല് പുഴുങ്ങി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാർ സമ്പൂർണ്ണ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. നെല്ല് വില അടിയന്തരമായി നൽകുക, തണ്ണീർമുക്കം ബണ്ട് ഷട്ടറുകൾ കൃത്യസമയങ്ങളിൽ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും നെൽ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെല്ല് പുഴുങ്ങി നടത്തിയ പ്രതിഷേധ സമരം സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് കാഞ്ഞിരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വരെ എന്ന് വെച്ചാൽ 2021 വെള്ളം കയറിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ കിഴിവ് കൊടുത്തത്. അതിനുശേഷം കിഴിവ് കൊടുക്കാത്ത ഞങ്ങളുടെ പാടശേഖരത്ത് കിഴിവ് ആവശ്യപ്പെട്ട് വന്നപ്പോൾ കൊടുക്കില്ല എന്ന് പാടശേഖര സമിതി തീരുമാനമെടുക്കുകയുണ്ടായി. ഉറപ്പായിട്ടും എനിക്ക് പറയുവാൻ സാധിക്കും, പാടി ഓഫീസർ തന്നെ പറയുന്നുണ്ട്, കോട്ടയം ജില്ലയിലെ ഏറ്റവും ബെറ്റർ നെല്ലാണ് എന്ന്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ പാടശേഖരത്തിൽ കിഴിവ് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാന്യനായ കൃഷിമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പാടി ഓഫീസറുടെ ഫോണിൽ ഓൺലൈനായി നടക്കുന്ന മീറ്റിംഗിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയും കൃഷിമന്ത്രിയും ഉണ്ട്. അതിൽ കൃഷിമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് 2 കിലോ കിഴിവ് കൊടുക്കണമെന്ന്. സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി ആർ സുനിൽ അധ്യക്ഷനായിരുന്നു. സംരക്ഷണ സമിതി രക്ഷാധികാരി വി ജെ ലാലി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, സെക്രട്ടറി എൻ വി കൃഷ്ണമൂർത്തി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ, ജോസ് കാവനാട്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, വി വേലായുധൻ നായർ, ജയൻ തകഴി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ചേർത്തല പള്ളിപ്പുറം തിരു ഐരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏപ്രിൽ 25-ന് കൊടിയേറും. മെയ് 2-നാണ് പ്രസിദ്ധമായ ആതിര ദർശനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 25-ാം തീയതി വൈകിട്ട് 7:30 തൃക്കൊടിയേറ്റ് തന്ത്രിമുഖ്യൻ ദേവസ്വം തന്ത്രി കാസർഗോഡ് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്തിലായിരിക്കും ചടങ്ങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന താലപ്പൊലി, തുടർന്ന് കൊടിയേറ്റ് സദ്യ, ഇവയോടുകൂടി അന്നത്തെ പരിപാടി അവസാനിക്കുന്നത്. 25-ന് വെള്ളിയാഴ്ച വൈകിട്ട് 7:30-നും 8-നും മധ്യേ തന്ത്രിമുഖ്യൻ കാശാങ്കോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറും. തിരുവാതിര, കാഴ്ചശ്രീബലി, നൃത്തനൃത്യങ്ങൾ, സ്പെഷ്യൽ പഞ്ചാരിമേളം, ഭരതനാട്യം തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും. 29 ചൊവ്വാഴ്ച കാർത്തിക ഉത്സവനാളിൽ വൈകിട്ട് 7-ന് ദേവിക്ക് പൂമൂടൽ ചടങ്ങ് നടക്കും. മെയ് 1-ന് വ്യാഴാഴ്ച വലിയ വിളക്ക് മഹോത്സവം കൊണ്ടാടും. ആറാട്ട് ദിവസമായ മെയ് 2 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് പ്രസിദ്ധമായ ആതിര ദർശനം. രാത്രി ആറാട്ടിന് ശേഷം വലിയ യോടെ ഉത്സവത്തിന് സമാപനമാവും. കഞ്ഞിക്കുഴിയിൽ ബാലസംഘം സംഘടിപ്പിച്ച അവധിക്കാല പരിശീലന ക്യാമ്പ് വേനൽ തുമ്പിക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ജാഥ പര്യടനം തുടങ്ങി. കണിച്ചുളങ്ങരയിൽ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘം ചേർന്നവർ പോരാളികളായി മാറുന്നു. നാം നട്ടൊരു സമത്വ വൃക്ഷം കടലിൽ നന്മ വിരിക്കുമ്പോൾ ആ തണലിൽ ബാല്യങ്ങൾ തന്നൊമ്പരമെല്ലാം മറയുന്നു. ബാലസംഘം സെക്രട്ടറി സൈനോര അധ്യക്ഷത വഹിക്കും. ഏരിയ രക്ഷാധികാരി ബി സലീം, ബി മാക് മോഹൻ, എൻ ഡി ഷിമ്മി, പി സുരേന്ദ്രൻ, സി വി മനോഹരൻ, ഡി പ്രയേഷ് കുമാർ, പി നിധിൻ തുടങ്ങിയവർ സംസാരിച്ചു. സി വി രമേശൻ സ്വാഗതവും
സുരേഷ് ഐക്കര നന്ദിയും പറയും. തുടർന്ന് തിരുവിഴ ചെത്തി മദർ ഇന്ത്യക്ക് സമീപം ഖാദി ബോർഡിന് പരിസരത്ത് നിന്നും ചൊവ്വാഴ്ച പര്യടനം സമാപിച്ചു. 27 രാവിലെ 9 അർത്തുങ്കൽ പുത്തൻ വീട്ടിൽ സ്റ്റോഴ്സിന് സമീപം, 11 പൂങ്കാവ് പുരയിടം, 3 മണിക്ക് അരീപ്പറമ്പ് റീത്താലയത്തിന് സമീപം, വൈകുന്നേരം 5 അരീപ്പറമ്പ് സ്കൂളിന് കിഴക്ക് വശം പര്യടനം സമാപിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഭഗത്, സെക്രട്ടറി സയനോര, ചെയർമാൻ ND ഷിമ്മി, കൺവീനർ B മാക് മോഹൻ, രക്ഷാധികാരി B സലീം, കോർഡിനേറ്റർ മനോജ് ആർ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. പട്ടണക്കാട് പഞ്ചായത്ത് 12ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ഈ മാസം 25 മുതൽ 30 വരെ ആനക്കോട് ജംഗ്ഷന് സമീപം ഗ്രീഷ്മോത്സവം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 25-ാം തീയതി ആരംഭിച്ച് 30-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ആ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നാടിൻ്റെ ഒരു ഗ്രാമോത്സവം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2018 ഇത് ആരംഭിച്ചത്. 2018 അവർക്കൊരു നാടിന് ഉത്സവങ്ങൾക്കപ്പുറം, അവർ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഉത്സവകാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചർമ്മത്തിന് മാത്രം നേരം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കായിട്ടൊരു ഉത്സവം എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇവർ ഇത്തരത്തിൽ ഒരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്സവകാലത്തിലേക്ക് അവർ വന്നത്. 358 കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവരാണ് ഇതിൻ്റെ പണം മുഴുവൻ, അതായത് ഇതിൻ്റെ ചിലവ് വരുന്ന പണം മുഴുവൻ കണ്ടെത്തുന്നത് ഈ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ ഒരു പൊതുജനങ്ങളുടെ ഇടയിലേക്കും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ ഗ്രീഷ്മോത്സവം ഉദ്ഘാടനം ചെയ്യും. ADS സെക്രട്ടറി ഷാരിക അജി സ്വാഗതം പറയും. പ്രസിഡന്റ് മായ രാജേഷ് അധ്യക്ഷത വഹിക്കും. വാർഡ് മെമ്പർ സരിത ബിജു ആശംസകൾ അറിയിക്കും. 27 കുടുംബശ്രീ ഘോഷയാത്ര നടക്കും. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഗ്രീഷ്മോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീകൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ കുടുംബശ്രീയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. അതിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് 12ാം വാർഡ് ADS ചെയ്യാൻ തയ്യാറാകുന്നത്. നീണ്ട 6 വർഷവും കഴിഞ്ഞ 6 വർഷവും നമ്മൾ പരിപാടികൾ നടത്തി. ഈ വർഷം 12ാം വാർഡിൻ്റെ ഗ്രീഷ്മോത്സവം അവസാനിക്കുകയാണ്, കുടുംബശ്രീയുടെ വാർഷികവും അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ വാർഡിന് മറ്റൊരു പേരായി മാറി, മറ്റൊരു പേരും മറ്റൊരു അക്കവും ആവും, 8ാം വാർഡ് എന്നുള്ള നിലയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ചക്കാലത്തേക്ക് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചത്. കുടുംബശ്രീ ഈ പറയുന്നത് പോലെ കോഫി ഹൗസ് മുതൽ ഇപ്പം 5 സ്റ്റാർ ഹോട്ടൽ വരെ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ സംരംഭങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയെ കൈയുയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടായിട്ട് മാറുകയാണ്. കൊക്കോതമംഗലം കോതക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങൾ തുടരുന്നു. പള്ളിവേട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ച ശ്രീബലി ഭക്തി നിർഭരമായി. കൊക്കോതമംഗലം കോതക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോട് അനുബന്ധിച്ച് പള്ളിവിട്ട മഹോത്സവ ദിനത്തിൽ വൈകിട്ട് നടന്ന കാഴ്ചശ്രീബലി ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. മറുത്തറോട്ടം രഞ്ജിത്താൻ പാർട്ടി അവതരിപ്പിച്ച നാദസ്വരത്തിന്റെയും കേരള സംഗീത നാടക അക്കാദമി പ്രതിഭാ പുരസ്കാര ജേതാവ് തിരുവല്ല രാധാകൃഷ്ണൻ സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ പഞ്ചാരി മേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു കാഴ്ചശ്രീബലി നടന്നത്. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദമൂട്ടും രാത്രി 11 പള്ളിവേട്ടയും നടന്നു. CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് തുടക്കം. ആലപ്പുഴയിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി R അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം 8 മുതൽ 12 വരെ ആലപ്പുഴയാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൃഷിത്തോട്ടങ്ങളൊരുക്കി മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട സഖാക്കളുടെ പേരിൽ കൃഷി ചെയ്യുകയാണ്. അവരുടെ പേരിലാണ് ആ കൃഷിത്തോട്ടങ്ങളൊക്കെ അറിയപ്പെടുന്നത്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാണ് SK ദാസ്. SK ദാസിൻ്റെ പേരിലാണ് ഈ കൃഷിത്തോട്ടം ഇവിടെ അറിയപ്പെടാൻ പോകുന്നത്. എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. 25ാം പാർട്ടി കോൺഗ്രസ്
നടക്കുന്ന മുന്നോടിയായി സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുമ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നാനാവിധമായ പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു തുടക്കമാണ് ഈ കൃഷി ഉദ്ഘാടനം എന്ന് പറയുന്നത്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് SK ദാസ് സ്മൃതി ജനകീയ കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ A അബീദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ R വെങ്കടേഷ്, A ബിജു, S സഞ്ജയ് പൈ, രാജു, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. അഖില കേരള വിശ്വകർമ്മ സഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ 9 വരെ ചേർത്തലയിൽ വിശ്വകർമ്മ സത്രം നടത്തുന്നു. വിശ്വകർമ്മ മഹാസഭ താലൂക്ക് യൂണിയൻ ഓഫീസിന് സമീപമാണ് സത്രം നടക്കുന്നത്. 2025 മെയ് 1 മുതൽ 9 വരെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ താലൂക്ക് ആസ്ഥാനത്തിന് സമീപം വെച്ച് നടക്കുന്ന ഈ സത്രം ബഹുമാന്യായ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുക. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ സരസ്വതി മഹാരാജ് ആണ് സത്രത്തിന് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കുക. സത്രത്തിൻ്റെ തുടക്കം ചേർത്തല തണ്ണീർമുക്കം തൂമ്പുങ്കൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ചേർത്തല താലൂക്കിലെ നിരവധി ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വിഗ്രഹ ഘോഷയാത്രയോടുകൂടിയാണ്. ചേർത്തല യൂണിയൻ ഓഫീസിന് സമീപം നടക്കുന്ന സത്ര പരിപാടിയിൽ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദസ്വാമി ഭദ്രദീപ പ്രകാശനം നടത്തും. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് സത്രം ഉദ്ഘാടനം ചെയ്യും. AKVMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ അധ്യക്ഷനാകും. AKVMS സംസ്ഥാന പ്രസിഡന്റ് VN ശശിധരൻ ക്ഷേത്ര സമർപ്പണം നടത്തും. തൃശൂർ പെരിയമ്പലം കേരള വിശ്വകർമ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ബ്രഹ്മശ്രീ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. പുല്ലയിലില്ലം ബ്രഹ്മശ്രീ PV പ്രഭാകരൻ നമ്പൂതിരി മുഖ്യാചാര്യനും പുല്ലയിലില്ലം ബ്രഹ്മശ്രീ PV ശ്രീകുമാർ നമ്പൂതിരി ഉപാചാര്യനും മാവേലിക്കര രാജു നാരായണൻ കീരിക്കാട് യജ്ഞാചാര്യനുമാകും. ശ്രീമദ് വിശ്വകർമ്മ മഹാകാവ്യം ഗ്രന്ഥകർത്താവ് പനച്ചിക്കാട് സദാശിവൻ സത്രമഹാത്മ്യ പ്രഭാഷണം നടത്തും. പാലമുറ്റം അരുൺ, ഇഞ്ചക്കാട് രാജീവ് എന്നിവർ യജ്ഞ പൗരാണികളാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറിയിപ്പ്. പ്രശസ്ത ചിത്രകാരനായിരുന്ന ആർട്ടിസ്റ്റ് KK വാര്യർ സാറിനെ അനുസ്മരിച്ച് ശിഷ്യന്മാർ ഗുരുസ്മരണ എന്ന പേരിൽ ചേർത്തലയിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരവും ചിത്രപ്രദർശനവും നടത്തും. വാര്യർ സാറിന്റെ 3ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് 26, 27 തീയതികളിൽ ചേർത്തല ടൗൺ സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 26 നടക്കുന്ന ചിത്രരചനാ മത്സരത്തിൽ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു. വാഹനാപകടം, ഒരാൾ മരിച്ചു. ദേശീയപാതയിൽ വയലാർ കബലയിൽ ബൈക്കിടിച്ചാണ് കാൽനട യാത്രക്കാരൻ മരിച്ചത്. പട്ടണക്കാട് 7ാം വാർഡിൽ അജിത് ഭവനിൽ സതീശൻ ആണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ഇരട്ടക്കൊലപാതകം പ്രതി ആസാം സ്വദേശി അമിത് പോലീസിന്റെ പിടിയിലായത് തൃശൂർ മാളയിൽ നിന്നും. അറസ്റ്റ് ചെയ്തയാളെ ഉച്ചയോടെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നിർണായകമായ തെളിവ് കോടാലിയിലെ വിരലടയാളം. മേടമാസത്തിലെ 10ാം ഉദയം. ക്ഷേത്രങ്ങളിലും പൂജപ്പാടങ്ങളിലും താലം ഉയർത്തി സൂര്യദേവനെ സ്തുതിച്ച് ഉദയം പൂജ. മികച്ച വിളവ് ലഭിക്കുന്നതിന് പ്രകൃതി കനിയാൻ കർഷകർ ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുന്നു എന്ന് വിശ്വാസം. ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നെല്ല് പുഴുങ്ങി പ്രതിഷേധിച്ച് കർഷകർ. സമരം നെല്ലിന്റെ വില അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ കൃത്യസമയങ്ങളിൽ ഉയർത്തണമെന്നുള്ളതും പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.